നമ്മുടെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയിരിക്കുകയാണ് ഗൈസ്. ഒരു ഫെസിലിറ്റീസും ഇല്ലാത്തൊരു ലെവലിൽ നിന്നാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. കമന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കാതെ അത്രയും കമന്റ്സ് കിട്ടി. ചേച്ചിയുടെ വീഡിയോ ഭയങ്കര മോട്ടിവേഷൻ ആണ് തരുന്നത്, കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. റിംഗ് ലൈറ്റ് അങ്ങനെയുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ഞാൻ വീഡിയോസ് പറഞ്ഞ് ഷൂട്ട് ചെയ്തിരുന്നുണ്ട്. ഞാൻ ഈ ആർട്ട് വർക്ക് ചെയ്ത് കിട്ടിയ എൻ്റെ പൈസ കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ റിംഗ് ലൈറ്റ് വാങ്ങിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തൊരു സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ഈ 2000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്യാനായിട്ട് തുടങ്ങുക. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ അയ്യോ ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ എന്നും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളുടെ ലൈഫ് നമുക്കിഷ്ടമുള്ളതുപോലെ എൻജോയ് ചെയ്ത് നമ്മൾ ജീവിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതേ പറഞ്ഞാൽ അറിയത്തില്ല. ചിലർ വിചാരിക്കും 2000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ സന്തോഷിക്കാനുള്ളൊരു കാര്യമാണോ എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ആണെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സ്, പിന്നെ 100, 1000, 2000 അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ മൈൽ സ്റ്റോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എനിക്ക് ഓരോ ചെറിയ കാര്യങ്ങളും അത്രയ്ക്ക് വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാരണം എനിക്കറിയാം ഞാൻ ഏത് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഒരു ഫെസിലിറ്റീസും ഇല്ലാത്തൊരു ലെവലിൽ നിന്നാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര പതുക്കെയായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2023 അവിടുന്ന് 2025 ആയി എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവാനായിട്ട്. അപ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് 1000 2000 വളരെ പെട്ടെന്ന്, അതായത് ഒരു 1 ഇയറിനുള്ളിൽ തന്നെ വീണ്ടും അടുത്ത 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും, നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ മുതൽ നമ്മുടെ 2000 സബ്സ്ക്രൈബർ ആയിരിക്കുന്ന ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയും ഞാനൊരു ബിഗ് താങ്ക്സ് പറയാണ്. കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ജോയ്ഫുൾ മൊമെന്റിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ആയിരുന്നു കൂടുതലും ഇടുന്നത്. കാരണം എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഇടാനായിരുന്നു കൂടുതൽ ഇഷ്ടം. എനിക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കും പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കും ആയിരുന്നു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. അപ്പം അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ കുറേ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, വ്ളോഗ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനൊക്കെ വ്യൂസ് ഇങ്ങനെ കുറച്ച് കയറി ഇറങ്ങി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഫസ്റ്റ് വീഡിയോയ്ക്ക് മാത്രം, ഞാൻ ഫസ്റ്റ് സാരി ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോയ്ക്ക് മാത്രം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം അതിനിങ്ങനെ വ്യൂസ് കയറി ഇറങ്ങി അങ്ങനെ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ചാലഞ്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി. സോ ചാലഞ്ച് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യൂസ് കിട്ടാനായിട്ടൊക്കെ തുടങ്ങി. കേട്ടോ, ഞാനും അനിയത്തിയും കൂടെ ചാലഞ്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മൾ ഫസ്റ്റ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ഇട്ടാലാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വീഡിയോസും ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ്, എനിക്ക് ആ പാസ്സാവാനായിട്ട് ഞാൻ ചെയ്തേക്കുന്ന സ്ട്രഗിളുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോ വഴി ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും, എനിക്കറിയാം കുറച്ച് പേരെ കാണത്തുള്ളൂ, പക്ഷേ ആ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടൊരു വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി, ഒരുപാട് വ്യൂസ് കിട്ടി. കമൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കാതെ അത്രയും കമൻസ് കിട്ടി. ആ ഒരു വീഡിയോ വഴി എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിലോട്ടൊരു റീച്ച് കിട്ടി, ഒരു ഇൻട്രാക്ഷൻ കിട്ടി. അവരുടെയൊക്കെ അവർക്കൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റി. അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിലൊരു എൻ്റെ യൂട്യൂബ് ജേർണൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആ വീഡിയോ നിന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്, അതായത് CA റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് ആഗ്രഹമുണ്ട്. സ്റ്റുഡൻസിന് മാത്രമല്ല, അവരുടെ പേരൻസിന്, അങ്ങനെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അതിങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളില്ല എന്നെനിക്ക് അപ്പം മനസ്സിലായി. അപ്പം ആ ഒരു സ്പേസിലോട്ട് ഞാൻ ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനലിൽ പിന്നെ ഞാൻ ഗ്രോത്ത് കണ്ടത്. അപ്പോൾ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഇടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒക്കെ ഒരുപാട് പിള്ളേർ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതായത് ചേച്ചിയുടെ വീഡിയോ ഭയങ്കര മോട്ടിവേഷനാണ് തരുന്നത്, ഭയങ്കര രീതിയിൽ എനിക്ക് ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാൻ തുടങ്ങിയപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ഒരു 2000 സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ 2000 ഇപ്പോൾ ആയതാ, അല്ലെങ്കിൽ ആ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും ഇത്രയും പേരിലോട്ട് റീച്ച് കിട്ടാനും അവർക്കൊരു നമ്മളിപ്പോൾ അവരിൽ നിന്ന് സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്നുള്ളത്, ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് വെച്ച് എനിക്ക് പറ്റിയെന്നുള്ളത് എനിക്ക് അത്ര വലിയ അച്ചീവ്മെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അത്രയ്ക്ക് വലിയ അച്ചീവ്മെൻറ്റ് ആണെന്നുള്ളത്. കാരണം ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
അങ്ങനെ ഞാൻ എൻ്റെ CA റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഇട്ട് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കിപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞാൻ ഒരു വട്ടം കൂടെ ഓർക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ എന്ത് കാര്യം അച്ചീവ് ചെയ്യുമ്പോഴും നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ അവരെ ഞാൻ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും പറയണല്ലോ. സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നമുക്ക് ചാനൽ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ അതിനുശേഷം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ പേരൻസ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും നീ അത് ചെയ്തോ പറഞ്ഞാൽ സപ്പോർട്ട് നിൽക്കുന്ന എൻ്റെ പേരൻസ്. അവരില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ വീഡിയോ ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ അവർ എന്ത് കാര്യം ചെയ്യണമെങ്കിലും സപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ കാര്യം ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് അവർ തരുന്നൊരു എൻകറേജ്മെൻ്റ് ഉണ്ട്. ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ്. അവർ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ആര് കണ്ടില്ലെങ്കിലും അവരെങ്കിലും കാണും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടേ, അവരെ ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും സാക്ഷിയാവുന്ന ഒരാളുണ്ടല്ലോ, നമുക്ക് എല്ലാം കറക്റ്റ് സമയത്ത് കൊണ്ടുതരുന്ന ഒരാൾ, ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ആ ഒരു CAയുടെ എക്സാം ആ സമയത്ത് ഒന്ന് പാസ്സായില്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പിന്നെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും പേർക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൽ ഇപ്പോൾ CA റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ആ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളതല്ല. കാരണം എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ഒരു വീഡിയോയിൽ മാത്രം ഒതുങ്ങി പോകാനല്ല. അന്നും ഇന്നും എന്നും എനിക്ക് ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് മാത്രം കൊടുത്തു പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് കണ്ടന്റും വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി ഭാവിയിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ CA റിലേറ്റഡ് വീഡിയോസ് മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ ചാനൽ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. പക്ഷേ ഈ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ബേബിയെ പോലെയാണ്. ഇത് എൻ്റെ ചാനൽ അത്രയ്ക്ക് എന്താ പറയണ്ടേ, അത്രയ്ക്ക് ലോ ലെവലിൽ ഞാനിങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടുവന്നൊരു ചാനലാണ്. ഇപ്പോഴും ഭയങ്കര ഹൈ, ഒരു ട്രീയുടെ ഫുള്ളായി ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു പകുതിയെങ്കിലും എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പകുതി അല്ലെങ്കിൽ ഒരു എന്താ അതൊന്ന് മുട്ടിട്ടെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നൊരു ചാനലാണ്. അതുകൊണ്ട് ഓരോ ടൈപ്പ് ഓഫ് വീഡിയോസിനും കിട്ടിയിരുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് കണ്ടന്റ് വീഡിയോസും ഇതിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് CA റിലേറ്റഡ് വീഡിയോസ് കാണുന്ന സ്റ്റുഡൻസിനോടും അല്ലാതെ പേരൻസിനോടും ബാക്കി എല്ലാവരോടും പറയുന്നത് വെച്ചാൽ എപ്പോഴും നമുക്ക് പഠിത്തം മാത്രം പോരല്ലോ, അപ്പോൾ ഇടയ്ക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ CA റിലേറ്റഡ് വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഇടുന്ന എന്തെങ്കിലും വ്ളോഗ്സോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസോ, എൻ്റെ ലൈഫിൽ നടക്കുന്ന കുട്ടി കുട്ടി മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതെല്ലാം നിങ്ങൾ CA വീഡിയോസ് കാണുന്നത് പോലെ തന്നെ കണ്ട് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും, എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ടൈപ്പ് ഓഫ് വീഡിയോസും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 2000 സബ്സ്ക്രൈബേഴ്സ് വരെ എങ്ങനെ എത്തി എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു മോട്ടിവേഷൻ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെല്ലാം സെറ്റാണ് പക്ഷെ ഒരു കുറച്ച് മോട്ടിവേഷനും കൂടെ മതി, അല്ലെങ്കിൽ കുറച്ചൊരു എൻകറേജിങ് സ്റ്റോറി കൂടെ മതി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറി കേട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു എൻകറേജ്മെന്റ് വരെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്ന് കേൾക്കാട്ടോ. ആക്ച്വലി ഞാൻ യൂട്യൂബിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്തൊക്കെയാണ് ബേസിക്കായിട്ട് വേണ്ടത്? ലൈറ്റ് വേണം, ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെന്താ ക്യാമറ വേണം, പിന്നെ മൈക്ക് വേണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേണമല്ലോ. ഇതൊന്നും ഇല്ലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് എനിക്ക് ഇപ്പം ഞാൻ ആദ്യം സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണല്ലോ ഇടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഒരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ളവരുടെ ആരുടെയും പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്, എൻ്റെ പേരൻസിനാണെങ്കിൽ പോലും അവരെ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കരുത്, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർട്ട് വർക്ക്സ് ചെയ്യുമായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാനിങ്ങനെ പോർട്രേറ്റ്സ് ഒക്കെ വരച്ച് സെല്ലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ചെറിയൊരു ഇൻകം ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പൈസ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒരു ചെറിയൊരു സ്റ്റാൻഡ് വാങ്ങുന്നത്. ഈ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഫോൺ വെക്കാനായിട്ട് ചെറിയ സ്റ്റാൻഡ് വാങ്ങുന്നത്. സോ ആ സ്റ്റാൻഡ് ഞാൻ കണക്ട് ചെയ്ത് ഇവിടേക്ക് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നത്. സോ എൻ്റെ വിവോയുടെ ഒരു ഫോണുണ്ട്. അപ്പോൾ ആ ഫോണിലാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ 2020 വാങ്ങിച്ച ഫോണാണ്. ആ ഫോൺ എൻ്റെ ഫേവറേറ്റ് ആണ്. അത് വേറെ കാര്യം. ഞാൻ വേറെ എന്തെങ്കിലും ഡിവൈസുകൾ വാങ്ങിച്ചാലും ആ ഫോൺ ഞാൻ കളയത്തില്ല, ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും. കാരണം എൻ്റെ എല്ലാ ജേർണിയും സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫോണിൽ നിന്നാണ്. സോ ആ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫോണിനകത്താകുമ്പോഴത്തേക്കും കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഫോണിൽ എടുത്തുകൊണ്ടിരുന്നു വീഡിയോസ് എല്ലാം. അതിനുശേഷം പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈറ്റിംഗ് ഇല്ല. രാത്രി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തേയില്ല. ഒരു റിംഗ് ലൈറ്റോ അങ്ങനെയുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിലുള്ള സ്ഥലം, അതായത് വെയിൽ നമ്മുടെ മുഖത്തടിക്കുന്ന സ്ഥലം, വെട്ടമടിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരുമായിരുന്നു. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഇടാൻ പറ്റത്തില്ല. കാരണം നമുക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് വെളി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഫാൻ ഇടാൻ പറ്റത്തില്ല. സോ ഫാനും ഇടാതെ ഇതേപോലെയുള്ള നല്ല ലൈറ്റ് സോഴ്സ് കിട്ടുന്ന സ്ഥലത്ത് പോയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോയിൽ ഫുള്ളിങ്ങനെ വിയർത്തൊലിച്ചായിരിക്കും
വീഡിയോ ഇടുന്നത്. അത് നമ്മൾ ഇടുന്ന വീഡിയോസ് ആണെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ്. സോ നമ്മൾ മേക്കപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വിയർത്ത് കുളിച്ചാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് സ്റ്റോറേജ് അധികം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം സ്റ്റോറേജ് ഉള്ള ഫോൺ തന്നെയായിരുന്നു, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനകത്ത് സ്റ്റോറേജ് വെക്കാനുള്ളതുകൊണ്ട് സ്റ്റോറേജ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ആ സമയം നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ലുക്ക് നമ്മൾ പകുതിക്ക് വെച്ച് കണ്ടിന്യൂറ്റി പോവാതെ അങ്ങനെ പോയി ആ ഫോണിൽ പോയിട്ട് നമ്മൾ സ്റ്റോറേജ് വേറൊരു ഡിവൈസിലോട്ട് മാറ്റി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ വന്ന് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വേസ്റ്റ് ആവും. എന്നിട്ട് വന്ന് നമ്മൾ വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സ്ട്രഗിൾ ആയിരുന്നു ഒരു വീഡിയോ നമ്മൾ എടുക്കാനായിട്ട് പോലും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മളിത് എഡിറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് അടുത്തൊരു ട്രാപ്പ് മനസ്സിലാവുന്നത്. കാരണം എൻ്റെ ഒരു എഡിറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഒരു എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള ഡിവൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ എഡിറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് അല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ഹാങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ഞാൻ വീഡിയോസ് പലതും ഷൂട്ട് ചെയ്തിരുന്നിട്ടുണ്ട്. കാരണം ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അയ്യോ ഇത് എഡിറ്റ് ചെയ്യണമല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ തന്നെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നമാണ് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആ സമയത്ത് വൈഫൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും ഫോണിലെ നെറ്റ് യൂസ് ചെയ്താണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടിരുന്നത്. അപ്പം മിക്കപ്പോഴും ഈ 2 പേരുടെയെങ്കിലും ഫോണിലെ നെറ്റ് ഫുള്ളായിട്ട് വേണ്ടി വരും ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം പിന്നെ നമുക്ക് ആ ദിവസം ഒന്നും നോക്കാൻ പറ്റത്തില്ല, നെറ്റൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആഴ്ച ഒരിക്കലും ഒരു വീഡിയോയോ അങ്ങനെ വല്ല ഇടാൻ പറ്റില്ല. അതുപോലും പറ്റത്തില്ല മിക്കവാറും, കാരണം ഒരു നെറ്റ് അത്രയും പോവല്ലേ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വൈഫൈ എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നതും ആ മുന്ന ബുദ്ധി തോന്നിയില്ല, ശരിയാണ്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു സ്ട്രഗിളും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്കും. പിന്നെ തംബ്നെയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തംബ്നെയിൽ സെറ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ പ്രശ്നമാണെങ്കിൽ തോന്നിയില്ല. കാരണം ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ വീഡിയോസൊക്കെ പതുക്കെ ഇട്ടിട്ട് വന്നു. എന്നാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇത്രയും താമസിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ജേർണിയിൽ ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതായത് ഞാൻ ഈ ആർട്ട് വർക്ക് ചെയ്ത് കിട്ടിയ എൻ്റെ പൈസ കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ റിംഗ് ലൈറ്റ് വാങ്ങിച്ചു. അതെനിക്ക് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് 2 കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനായി. ലൈറ്റുമായി, കാരണം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവച്ചാണെങ്കിലും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, കാരണം ലൈറ്റ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഫോണിനൊരു സ്റ്റാൻഡുമായി, നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഏത് ആംഗിളിൽ വേണമെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു രീതിയിലും കൂടെ ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു അത്രയും വലിയൊരു ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടി. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആവാൻ തുടങ്ങി, കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഒരു ആഡ് ഓൺ ചെയ്തതെന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വാങ്ങിച്ചതല്ല, പക്ഷേ അത് യൂട്യൂബിന് വേണ്ടിയായിട്ട് വാങ്ങിച്ചതല്ല, വേറെ കുറേ പേർപ്പസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് യൂട്യൂബിന് കൂടെ ഹെൽപ്ഫുൾ ആയി എന്ന് പറയാം. അതായത് ഞങ്ങൾ ടാബ് വാങ്ങിച്ചു. അപ്പം ടാബ് വാങ്ങിച്ചപ്പോഴത്തേക്കും വീണ്ടും 2 പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി. അതായത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റോറേജ് കിട്ടി, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് നല്ലപോലെ ചെയ്യാൻ പറ്റും ടാബിൽ. ഒരു രീതിയിലുള്ള ഹാങ്ങും ഇല്ല, പെട്ടെന്ന് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ 2 പ്രശ്നങ്ങളും അവിടെ തീർന്നു. അങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കാണുന്നത് പോലെ സ്പീഡിൽ അപ്ലോഡ് ആവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്താണ് ഇപ്പോൾ ഉള്ളൊരു ലെവലിൽ വരെ എത്തിയത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തൊരു സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഈ 2000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ള വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് തുടക്കത്തിലുള്ള അത്രയും കഷ്ടപ്പാട് കാണത്തില്ല. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് ഉള്ള സ്ട്രഗിൾ പിന്നെ ആകുമ്പോൾ കുറഞ്ഞു വരും. പക്ഷേ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് കിട്ടിക്കുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും വാല്യുബിൾ ആയിരിക്കും. ഇനി എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടിയാലും ഈ സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് അത്രയ്ക്ക് വാല്യുബിൾ തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത്. ഇവിടം വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ഇനി ഇത് എത്രയൊക്കെ ഉയരങ്ങളിലോട്ട് പോകുന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഉയരങ്ങളിലോട്ട് പോവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇനി ഞാൻ ഈ സ്റ്റേജിൽ തന്നെ തുടർന്നാലും ഇനി വേറെ ഉയരങ്ങളിലോട്ട് പോയാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു യൂട്യൂബ് ജേർണിയുടെ സ്റ്റോറിയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ അയ്യോ ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ എന്നും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഒരിക്കലും നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് അതൊരു ബിൽഡായിട്ട് വരത്തില്ല. നമ്മൾ എപ്പോൾ അത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള വഴികൾ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അത് ഉടനെ വരുന്ന വിചാരിച്ച് നമ്മളൊരു കാര്യം ചെയ്യരുത്. നമ്മൾ ചെയ്തു തുടങ്ങി അപ്പം തന്നെ, അല്ലെങ്കിൽ അടുത്ത ദിവസം, അടുത്ത ആഴ്ച, അടുത്ത മാസം തന്നെ ഉടനെ റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. പക്ഷേ ലോങ് റണ്ണിൽ നമുക്ക് എന്താണെങ്കിലും ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടിയിരിക്കും. അപ്പം നിങ്ങൾ റിസ്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അത്രയും കൺഫ്യൂഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം, എത്ര നാൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷെ എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും.
സ്ട്രഗിൾ ചെയ്യാൻ റെഡി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാം, അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റീസ് നാളെ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചല്ല ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മൈൻഡ് സെറ്റോടെ ഞാൻ വീഡിയോസ് പിന്നെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിനുള്ള ഫെസിലിറ്റീസ് എന്നെ തന്നെ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് മൊത്തം കൂടെ നിൽക്കുമെന്ന്. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി വന്ന് ചേർന്നോളും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലൈഫ് നമുക്കിഷ്ടമുള്ളതുപോലെ എൻജോയ് ചെയ്ത് നമ്മൾ ജീവിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ തന്നെ ആ പേര് കൊടുത്തിരിക്കുന്നത്, ലിവ് യുവർ ലൈഫ് നന്ദു. അതായത് നമ്മുടെ ലൈഫ്, എൻ്റെ ലൈഫ് ഞാൻ ജീവിക്കുക എന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ഈ പേര് കൊടുത്തേക്കുന്നത്. അതിന് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവരെങ്ങനെ ജീവിക്കുന്നു എന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്, അത്രേ ഉള്ളൂ. ഫൈൻ. അപ്പം നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക, ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കണ്ട. ലിവ് യുവർ ലൈഫ്. നിങ്ങളൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ 2000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ഭാവിയിൽ എനിക്കൊരു 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റട്ടെ. അത് പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ജേർണിയിൽ നിങ്ങളും കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോയിട്ടുള്ള എന്തെങ്കിലും സ്ട്രഗിൾസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് പേർക്ക് അത് അറിയാൻ പറ്റും, ഒരുപാട് പേർക്ക് അത് മോട്ടിവേഷനും ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റും കൂടെ ചെയ്തേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടും തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം, അവർക്കത് യൂസ്ഫുൾ ആവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു ഇൻഫർമേറ്റീവ് എന്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.